ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത IPL വേണ്ടിയാണ്. ഇതിനു മുന്നേ 8 ടീമുകളാണ് IPL ഉണ്ടായിരുന്നത്. അന്ന് ടൂർണമെന്റ് അത്ര വലുതായിരുന്നില്ല. പിന്നീട് ടീമുകൾ 10 ആക്കിയപ്പോൾ IPL തന്നെ ഒന്ന് വലുതായി. ഇതോടുകൂടി BCCI കിട്ടുന്ന വരുമാനം കൂടിയിരിക്കുകയാണ്. ഓരോ പുതിയ IPL ടീമുകളും വിറ്റുപോയത് 5000 കോടിക്ക് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ IPL 2025-ൽ 2 പുതിയ ടീമുകളെ ഉൾപ്പെടുത്താനാണ് BCCIയുടെ പദ്ധതി. ഓരോ 3 വർഷം കൂടുമ്പോഴാണ് IPLന്റെ മെഗാ ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ട് പുതിയ ടീമുകൾ വരുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ സമയമാണ് ഇപ്രാവശ്യം. ഡിസംബറിലാണ് IPL നടക്കുന്നത്. അപ്പോൾ IPLലെ പുതിയ 2 ടീമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുൻപ് കേരളത്തിൽ നിന്ന് ഒരു ടീം ഉണ്ടായിരുന്നു. കൊച്ചി ടസ്കേഴ്സ് കേരള എന്നായിരുന്നു ആ ടീമിന്റെ പേര്. ഒരുപാട് മികച്ച താരങ്ങൾ അതിലുണ്ടായിരുന്നു. ശ്രീശാന്ത് ആയിരുന്നു മെയിൻ താരം. അതുപോലെ ജഡേജ, ജയവർദ്ധൻ തുടങ്ങി നല്ല കളിക്കാരുണ്ടായിരുന്നു. പിന്നീട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണ് കൊച്ചി ടസ്കേഴ്സിനെ ബാനായത്. ഇപ്പോൾ ഇതാ വീണ്ടും കേരള ടീം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ കൊച്ചി ടസ്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മറ്റൊരു ടീം ഉത്ഭവിക്കും. ഇനി പൂനെ വാരിയേഴ്സ് എന്നൊരു ടീം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മുൻപ് യുവരാജ് ആയിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ. പിന്നീട് ആ ടീം റദ്ദാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അടുത്ത IPLന് മുന്നേ 2 പുതിയ ടീമുകൾക്കുള്ള ലേലം തുടങ്ങാനാണ് BCCIയുടെ പദ്ധതി. വലിയ കമ്പനികൾ ടീമിനു വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഇംഗ്ലീഷ് പൗരന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബും IPL വാങ്ങാൻ ഒരുങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ടീം വന്നാൽ സഞ്ജു തന്നെയായിരിക്കും ആ ടീമിന്റെ ക്യാപ്റ്റൻ. സഞ്ജു രാജസ്ഥാൻ ടീം ഇട്ട് പോകുമെന്നത് ഉറപ്പാണ്. കേരള ടീം വന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കേരള ടീമിനെ തന്നെയായിരിക്കും. പിന്നീട് CSK, RCB തുടങ്ങിയ ടീമുകൾക്ക് ഫാൻസ് കുറയും. മലയാളികൾ ഒരുമിച്ച് കേരളത്തെ സപ്പോർട്ട് ചെയ്യും. സഞ്ജു കേരളത്തിന്റെ ക്യാപ്റ്റൻ ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വർഷം തന്നെ ഇത് സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.